പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ ആണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അങ്ങനെ കമലമ്മ ഭയങ്കര സന്തോഷത്തിലാണ് മുറിയിലേക്ക് പോകുന്നത്. അന്നേരം മാഷ് ചോദിക്കുന്നുണ്ട്, അവർ എത്തിയോ? ഇപ്പോൾ വന്നോളും എന്ന് കമല വളരെ പ്രതീക്ഷയോടുകൂടെ പറയുകയാണ്. എനിക്ക് വലിയ സന്തോഷമായി മാഷേ. അവൻ്റെ മനസ്സിലുള്ളത് മാഷ് പറഞ്ഞതുപോലെ തന്നെയാണ്. എന്താ കമലേ എന്ന് മാഷ് ചോദിച്ചപ്പോൾ കമലമ്മ പറയുന്നത്, അതെ, കാണാതിരുന്നു കഴിഞ്ഞപ്പോഴാണ് അവൻ ആ സത്യങ്ങളൊക്കെ ശരിക്കും അങ്ങ് തിരിച്ചറിഞ്ഞത്. അവന് വേദയോട് നല്ല ഇഷ്ടമുണ്ട് മാഷേ. പുറമേ ഇങ്ങനെ ദേഷ്യമൊക്കെ കാണിച്ചുവെങ്കിലും അവൻ്റെ ഉള്ളിൽ അവളോട് ഭയങ്കര സ്നേഹമാണ്. അത് കേട്ടപ്പോൾ സുധാകരൻ മാഷ് പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, 2 ദിവസം കൂടി കഴിഞ്ഞപ്പോഴേ അവർ തമ്മിലുള്ള ഇഷ്ടം പരസ്പരം തിരിച്ചറിഞ്ഞത് എന്ന്. ചിലപ്പോൾ അതിനായിട്ടായിരിക്കും ദൈവം തന്നെ ഉണ്ടാക്കി തന്ന ഒരു അവസരമായിരിക്കും ഇത്. കമലമ്മ പറയുന്നുണ്ട്, അത് ശരിയാ മാഷേ, നിങ്ങൾ പറഞ്ഞത് 100% ശരിയാണ്. ചിലപ്പോൾ ഇതിനു വേണ്ടിയിട്ടായിരിക്കും ഭഗവാൻ ഇങ്ങനെ ഒരവസ്ഥ അവർക്ക് വരുത്തിയത്. അതുകൊണ്ടാണല്ലോ ഈ മലയ്ക്ക് പോയി വന്നപ്പോഴേക്കും ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ഒരു പക്ഷേ വേദ ഈ വീട്ടിൽ തന്നെ നിൽക്കുകയായിരുന്നെങ്കിൽ ഒരിക്കലും അവർ തമ്മിലുള്ള ഈ ഒരു സ്നേഹം തുറന്നു പറയുകയോ അല്ലെങ്കിൽ ഇതൊന്നും തിരിച്ചറിയുകയോ തന്നെ ഇല്ലായിരുന്നു മാഷേ. അതെ, സമാധാനമായിട്ടിരിക്കുക. ഇനി നമുക്ക് നാളെ വിക്രമിനോട് പറയാം അവളോട് മര്യാദയ്ക്ക് സംസാരിക്കാനും അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാനും. അതെ, എനിക്കിപ്പോൾ നല്ല ഉറപ്പുണ്ട് വിക്രം ചെന്ന് കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ വിക്രമിനോടൊപ്പം തന്നെ തിരിച്ചു വരുമെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞു നല്ല സമാധാനമായിട്ട് മാഷും കമലയും അന്ന് രാത്രി ഉറങ്ങുന്നത്. ഇതേ സമയം തന്നെ ശ്രീജ മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ വിശ്വൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രീജ പറയുന്നു, വിശ്വട്ടാ, ഇപ്പോഴാണ് വിക്രമത്തിന് നല്ല വിഷമമുള്ളത്. അത് പിന്നെ വിഷമം ഇല്ലാതിരിക്കുമോ ശ്രീജെ? ശരിക്കും വേദയെപ്പോലെ ഒരു പെൺകുട്ടി, അവൾ നല്ലൊരു മിടുക്കിയാണ്. അവൾ അവൻ്റെ ജീവിതത്തിലേക്ക് വന്നത് അവൻ്റെ ജീവിതം തന്നെ അങ്ങ് മാറ്റിമറിച്ചു. പക്ഷേ അത് അവൻ കാണാതെ പോയി. ഏയ് ഇല്ല വിശ്വചേട്ടാ, നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നുമല്ല അവൻ്റെ മനസ്സിൽ സ്നേഹമുണ്ടായിരുന്നു. അതെ, സ്നേഹം ഇങ്ങനെ മനസ്സിൽ ഒളിച്ചു നടന്നാൽ മതിയോ ശ്രീജെ? അതെ, പുറത്ത് കാണിക്കേണ്ടേ? ഇത്രയും കാലം അവൾ ഇവിടെ നിന്നില്ലേ? പക്ഷേ അവൾ എപ്പോഴെങ്കിലും പരാതി പറഞ്ഞ് അവൻ്റെ പുറകെ പോയിട്ടുണ്ടോ? ഇല്ല. ഇപ്പോൾ അവൾ ഇങ്ങനെ ഇറങ്ങിപ്പോകണമെങ്കിൽ അതിന് തക്കതായ കാരണം കാണും. അത് കേട്ടപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, അത് ശരിയാണ് വിശ്വേട്ടാ. എന്തായാലും വിക്രം പോയി വിളിച്ചാൽ അവൾക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. വിക്രം ആ ശ്രീനിയുമായിട്ടുള്ള കൂട്ടുകെട്ട് നിർത്തിയെന്ന് അറിഞ്ഞാൽ തന്നെ അവൾ ഉറപ്പായിട്ടും തിരിച്ചു വരും. എനിക്ക് ആ കാര്യത്തിൽ ഒരു സംശയമില്ല. അവർ തമ്മിൽ നല്ലൊരു കണക്ഷനുണ്ട് വിശ്വേട്ടാ. നല്ലൊരു ജീവിതം അവർക്കുണ്ടാകും. നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഒന്നുമല്ല. സ്നേഹിക്കാതെ കല്യാണം കഴിച്ചതാണെങ്കിലും അവർ തമ്മിലുള്ള നല്ലൊരു ജീവിതം തന്നെയായിരിക്കും. ഈ നേരത്ത് നന്ദിനി ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. വിക്രം വന്നില്ലല്ലോ, ഇനി അവൻ ചെന്ന് വേദയെ വിളിക്കുമോ? അങ്ങനെ വിളിച്ചിട്ട് അവളെങ്ങാനും തിരിച്ചു വരുമോ? അതൊക്കെ ആലോചിച്ചിട്ട് നന്ദിനിക്ക് ഉറക്കം വരുന്നില്ല. ഒടുവിൽ വിനായകനെ കുത്തി അങ്ങ് എഴുന്നേൽപ്പിച്ചു. എന്താടി, മനുഷ്യനെ ഒന്ന് ഉറങ്ങാൻ പോലും സമ്മതിക്കില്ലേ? പരാതിക്കാണോ നിൻ്റെ ഈ പാതിരയ്ക്കാണോ നിൻ്റെ ഈ സംശയം? അതെ, പിന്നെ ഇനി വേദ എങ്ങാനും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമെന്നാ ചോദിച്ചതാണ്. തിരിച്ചു വരുമെന്നോ? നീ വല്ല സ്വപ്നവും കണ്ടോ? അതല്ല വിനയേട്ടാ, ഇനിയിപ്പം വിക്രം എങ്ങാനും അവളെ ചെന്ന് വിളിച്ചാലോ? ശ്രീനിയേട്ടനുമായി കൂട്ടു നിർത്തിയെന്ന് പറഞ്ഞാൽ അവൾ വരാതിരിക്കില്ലല്ലോ. വരുമായിരിക്കും. വരികയാണെങ്കിൽ തന്നെ ഇങ്ങോട്ട് വരട്ടെ. ഓ, അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടല്ലേ അവൾ ഇങ്ങോട്ടേക്ക് വരണമെന്ന്? ദേ, അവൾ ഇങ്ങോട്ടേക്ക് വരാതിരിക്കാണ് ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. എടി, നീ എന്തിനാ ഇപ്പോൾ അതൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ തല പൊണ്ണാക്കുന്നത്? എവിടെയെങ്കിലും ഒന്ന് പോയി കിടന്നുറങ്ങാൻ നോക്ക്. മനുഷ്യൻ്റെ ഉറക്കം കളഞ്ഞിട്ട് ഓരോ കുശുമ്പും കുന്നായ്മയും ആലോചിച്ചു കൊണ്ടിരിക്കും എന്നൊക്കെ വിനായകൻ പറയുന്നുണ്ട്. അത് പറഞ്ഞ് വിനായകൻ തിരിഞ്ഞു കിടന്നു. അല്ലെങ്കിലും ഈ മനുഷ്യനോടൊന്നും പറ്റില്ലല്ലോ എന്നോർത്തുകൊണ്ട് ദേഷ്യത്തോടെ അവിടെ അങ്ങ് കിടന്നു. പിറ്റേ ദിവസം രാവിലെ വിക്രത്തിനെ എഴുന്നേൽപ്പിച്ച് കമലമ്മ ചായ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, വിക്രം, നീ ഇന്ന് തന്നെ വേദയെ കാണാൻ പോകണം. അവളോട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. എന്നിട്ട് അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരണം. ഇനിയെങ്കിലും നീ അവളെ കൊണ്ടുവന്നില്ല എങ്കിൽ അത് ശരിയാവില്ല. അന്നേരം വിക്രം ചോദിക്കുന്നുണ്ട്, അല്ലാമ്മേ, ഞാൻ വിളിച്ചാൽ അവൾ വരുമോ? എടാ, നീ ചെന്ന് വിളിച്ചാൽ അവൾ വരുമടാ. ആ ശ്രീനിയുമായിട്ടുള്ള ബന്ധം നീ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അവൾ വരാതിരിക്കാൻ കഴിയില്ല. അവളുടെ മനസ്സ് നല്ല സ്നേഹവും നന്മയും ഉള്ളതാണ്. നിന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ അവൾ നിന്നെ നന്നാക്കാനൊക്കെ നോക്കിയത്. ഈ കുടുംബം അവൾ വന്നെത്തിയ ശേഷമല്ലേ ഇത്രയും നന്നായത്? ഒന്ന് ചിന്തിച്ചു നോക്ക്. എത്രയോ മാറ്റങ്ങളുണ്ടായി. നീയും അച്ഛനും തമ്മിലുള്ള ആ പ്രശ്നം തീർത്തത് എല്ലാം അവളല്ലേ? അതെ, അതൊക്കെ എനിക്കറിയാമേ എന്ന് വിക്രം പറഞ്ഞു.
അന്ന് രാത്രി വിക്രമിന് ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടായില്ല. ഓരോന്നിങ്ങനെ ആലോചിച്ചു കൂട്ടിക്കൊണ്ടിരുന്നു. വിക്രം ചിന്തിച്ചു, ശരിയാണ്, അവൾ വന്നതിന് ശേഷം എനിക്ക് ഒരുപാടധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അവളുടെ ഓർമ്മകൾ വന്നപ്പോൾ അവന് സഹിക്കാൻ പറ്റുന്നുണ്ടായില്ല. അവളുടെ ഫോട്ടോ ഫോണിൽ നോക്കി അവൻ സങ്കടപ്പെട്ടിരിക്കുകയാണ്. എന്ത് ഇഷ്ടമായിരുന്നു അവൾക്ക് എന്നോട്. ഞാൻ ഒരിക്കൽ പോലും അവളോട് ഒരു ദയ പോലും കാണിച്ചിട്ടില്ല. ഇപ്പോഴും ഒരു വെട്ടുപൂത്തിനെ പോലെയാണ് ഞാൻ അവളോട് പെരുമാറിയിട്ടുള്ളത്. അവൾ എപ്പോഴും എന്നെ അങ്ങനെയാണ് വിളിച്ചിട്ടുള്ളതും. ആ വിളി കേൾക്കാൻ തന്നെ നല്ല രസമായിരുന്നു. അച്ചമ്മ എന്നെ എപ്പോഴും ഉപദേശിക്കുമായിരുന്നു, ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന്. പക്ഷേ അപ്പോൾ എനിക്കൊരു കുസൃതിയായിട്ടേ തോന്നിയിട്ടുള്ളൂ. അവളുമായി വഴക്കിടുമ്പോൾ ഒരു പ്രത്യേക സുഖമായിരുന്നു മനസ്സിൽ. അതിൽ സ്നേഹം കൊണ്ടുള്ള സന്തോഷമായിരുന്നു. അവൾക്കൊരു പോറൽ പറ്റിയാൽ എനിക്ക് സഹിക്കാനാവില്ല. പക്ഷേ ഒരിക്കലും ആ ഇഷ്ടം ഞാൻ അവളോട് തുറന്നു പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഓർത്തിട്ട് വിക്രമിന് സങ്കടം വരുന്നുണ്ട്. കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഇത്രയും പെട്ടെന്ന് പോയിട്ട് അവളെ കൂട്ടിക്കൊണ്ടുവരണം. അവിടെ നിർത്താനൊന്നും പറ്റില്ല. ശ്രീനിസാറായിട്ടുള്ള ഒരു പ്രശ്നമാണെങ്കിൽ ഞാനത് സംസാരിച്ച് മാറ്റിക്കോളാം, വിക്രം തീരുമാനിച്ചു. അവിടെ നിന്നും ഇറങ്ങി. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരണേ, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. അവിടെ ചെന്നിട്ട് നീ ഒരിക്കലും വാശി പിടിക്കരുത്. കുറച്ച് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നാൽ അതങ്ങ് ചെയ്തോണം. അങ്ങനെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ വിക്രം വേദയെ കൊണ്ടുവരാൻ പോവുകയാണ്. ഇതേ സമയം രാത്രി വേദയ്ക്കും ഉറക്കമില്ലായിരുന്നു. വിക്രത്തിൻ്റെ ചിന്തകളായിരുന്നു മനസ്സിൽ. കണ്ണടച്ചാൽ വിക്രമാണ് മുന്നിൽ വരുന്നത്. പക്ഷേ പെട്ടെന്ന് വിട്ടുകൊടുക്കാനൊന്നും വേദ തയ്യാറായിരുന്നില്ല. വിക്രത്തിൻ്റെ അടുത്തേക്ക് പോകണം. നമ്മളെ ആർക്കും പിരിക്കാൻ പറ്റില്ല. പക്ഷേ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കണം തന്നെ എടുക്കണം. വേദ രാവിലെ കോടതിയിൽ പോകാൻ റെഡിയായി. വീട്ടിൽ ഇരുന്നു കഴിഞ്ഞാൽ തൻ്റെ ഏട്ടൻ ശ്രീകാന്തിനെയും അച്ഛനെയും ഒരു പാഠം പഠിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണല്ലോ അങ്ങോട്ട് വേദ തിരിച്ചു വന്നിട്ടുള്ളത്. അങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് വിക്രം അങ്ങോട്ടേക്ക് വരുന്നത്. വന്നപ്പോൾ വാതിൽ തുറന്നു കൊടുത്ത് പത്മയാണ്. വിക്രമിനെ കണ്ടപ്പോൾ പത്മ ചോദിക്കുന്നുണ്ട്, എന്താ വിക്രം എന്ന്. എനിക്ക് വേദയെ കാണാൻ, എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം. വർഷ അപ്പോൾ ആരാ അമ്മയെന്ന് ചോദിച്ചു വന്ന് വിക്രമിനെ കണ്ടതും അവൾ ആകെ അങ്കലാപ്പിലായി. അവളെ കൊണ്ടുപോകാൻ വന്നതാണെന്ന് മനസ്സിലായ അവൾ അകത്തേക്ക് പോയി ശ്രീകാന്തിനോട് പറഞ്ഞു. ആ വിക്രം അവിടെ വന്നിട്ടുണ്ട്. വിക്രമോ എന്ന് ചോദിച്ച് ശ്രീകാന്ത് വേഗം പുറത്തേക്ക് വന്നു. സംസാരിക്കണം പോലും. എന്തിനാണ് നിന്നെ വേണ്ട എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോന്നതല്ലേ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്. എന്തിനാടാ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ വിക്രം, എനിക്ക് വേദയോട് ഒന്നുകൂടി സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ നിനക്ക് ഇനിയും എന്താ അവളോട് സംസാരിക്കാനുള്ളത്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, എനിക്ക് സംസാരിക്കണം, എൻ്റെ ഭാര്യയാണ് അവൾ. പിന്നെ നിൻ്റെ ഭാര്യയാണെങ്കിൽ നിന്നെ അവൾക്ക് വേണ്ടല്ലോ, അതുകൊണ്ടല്ല അവൾ ഇങ്ങോട്ടേക്ക് വന്ന്. ഇനി ആ പേരും പറഞ്ഞ് ഇവിടെ ഷോ കാണിക്കുക എന്ന് വിചാരിക്കേണ്ട, വെറുതെ പോകില്ല ഞാൻ എന്ന് വിക്രവും പറഞ്ഞു. ഞാൻ കെട്ടിയതാ, എൻ്റെ താലി അവളുടെ കഴുത്തിലുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കും. അപ്പോൾ വിശ്വം, അപ്പോൾ നിനക്ക് അത്ര അഹങ്കാരമോ. എങ്കിൽ ആ താലി വലിച്ചു പൊട്ടിച്ച് നിൻ്റെ മുഖത്തേക്ക് എറിയാൻ ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല, ഒരു താലിബന്ധം പറഞ്ഞു വന്നിരിക്കുന്നു. നിന്നെപ്പോലെ ഒരു ഗുണ്ടയുടെ കൂടെ ജീവിക്കാൻ അവൾക്ക് ഏതായാലും താല്പര്യമില്ല. ഇത് കേട്ടപ്പോൾ വിക്രമിന് ദേഷ്യം വന്നു. അപ്പോൾ വിക്രം പറഞ്ഞു, വെറുതെ പ്രശ്നമുണ്ടാക്കരുത്. ഞാനും വേദയും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ അവൾ അവിടെ നിന്നും പോയതിൽ വേറെ എന്തോ കാരണമുണ്ട്. എനിക്ക് നല്ല സംശയമുണ്ട്, അതെനിക്കറിയണം. അവളെ കൂട്ടിയേ ഞാൻ ഇവിടെ നിന്ന് പോകുകയുള്ളൂ എന്ന് പറഞ്ഞ് വിക്രം ചൂടാകുന്നുണ്ട്. വിക്രം അവിടെ നിന്നും വേദയെ വിളിച്ചു. ഉള്ളിൽ നിന്നും അത് വേദ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ശ്രീകാന്ത് വന്ന് വിക്രമിനെ പിടിച്ചു തള്ളി. വിക്രം വിട്ടുകൊടുത്തില്ല. അങ്ങനെ അവിടെ ഉന്തും തള്ളുമായി. പത്മ വേണ്ട എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് കേട്ടില്ല. ഒടുവിൽ വിക്രമിനെ തള്ളിയിട്ട് അവൻ താഴെയിട്ടു. ഇത് കണ്ടുകൊണ്ടാണ് വേദ അവിടെ വരുന്നത്. വേദയ്ക്കാണെങ്കിൽ അത് കണ്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ഉറക്കെ ചോദിച്ചു. അവിടെ മുഴങ്ങിക്കേട്ടത് ശ്രീകാന്ത് പറഞ്ഞു, ഇവൻ ഇവിടെ വെറുതെ പ്രശ്നമുണ്ടാക്കുകയാണ്, എന്നെ തല്ലാൻ വന്നു, ഒന്ന് പോകാൻ പറ. അത് കണ്ടപ്പോൾ വേദയ്ക്കും നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. തൻ്റെ ജീവിതം നശിക്കാൻ പറയുന്ന ആളാണ് ഇങ്ങനെ പറയുന്നത്. വിക്രമിനെ നോക്കി അവൻ നിലത്ത് വീണ് കിടക്കുകയായിരുന്നു. വേദ ഓടിച്ചെന്ന് വിക്രമിനെ കൈ നേരെ നീട്ടി എഴുന്നേൽപ്പിക്കാൻ നോക്കിയപ്പോൾ രണ്ടുപേരും കണ്ണുകൾ ഉടക്കി. നല്ല വിഷമമുണ്ടായിരുന്നു രണ്ടുപേർക്കും. ആ നിമിഷം തന്നെ വിക്രമിനോടൊപ്പം പോകാൻ വേദയ്ക്ക് തോന്നിയെങ്കിലും പക്ഷേ അതിന് പറ്റില്ല. തനിക്കൊരു ദൗത്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് തനിക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റൂ. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് വേദ ചോദിക്കുന്നുണ്ട്. എനിക്ക് നിന്നോട് തനിച്ച് സംസാരിക്കണമെന്ന് വിക്രം പറയുന്നു. എനിക്കൊന്നും കേൾക്കാനില്ല. അപ്പോൾ വിക്രം പറയുന്നു, വേദ ഞാൻ പറയുന്നു നീ ഒന്ന് കേൾക്കൂ. വിക്രം വിട്ടുകൊടുത്തില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകൂ എന്ന് പറഞ്ഞ് വിക്രം വാശി പിടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ വർഷവും പത്മവും ഉള്ളിലേക്ക് പോയി. ഇവർ സംസാരിച്ചാൽ പണിയാകുമെന്ന് ശ്രീകാന്തിന് പേടിയുണ്ടായിരുന്നു. വിക്രം പറഞ്ഞു, വേദ ശ്രീനിവാസുമായിട്ടുള്ള കൂട്ടുകെട്ടാണല്ലോ നിൻ്റെ പ്രശ്നം. ഇനി ഞാൻ അയാളുമായിട്ട് യാതൊരു പരിപാടിക്കും പോകില്ല എന്ന് പറയുന്നുണ്ട്. നീ വീട്ടിലോട്ട് തിരിച്ചു വരണം. നീ ഇല്ലാതെ പറ്റില്ല. വേദ ഇങ്ങനെ പറയാനാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്ന്? അതിന് ബുദ്ധിമുട്ടണ്ട. ഇപ്പോൾ തന്നെ ഇവിടെ നിന്നും പോകാൻ നോക്ക്. ഇതും പറഞ്ഞ് വേദ അകത്തേക്ക് പോയി.
കഥ കടിച്ചു. വിക്രമിന് നല്ല വിഷമമായി. പക്ഷെ വാതിലടച്ച് അകത്ത് കിടന്ന് വേദ വിഷമിക്കുകയായിരുന്നു. ഇതിനു പിന്നിൽ വലിയ സങ്കടമുണ്ടല്ലോ എന്ന് വിക്രമിന് മനസ്സിലായി. പെട്ടെന്ന് ശ്രീകാന്തിനെ ചന്ദ്രശേഖരനെ കള്ളത്തരങ്ങ് പുറത്തു കൊണ്ടുവരണം എന്ന് തീരുമാനിച്ചു വീട്ടിലേക്ക് പോകാം എന്നൊക്കെയായിരിക്കും വേദ ചിന്തിക്കുന്നത്. അങ്ങനെ വാതിൽ അടച്ച ശേഷം വിക്രം ആകെ തളർന്നുപോയി. വർഷയുടെയും പത്മയുടെയും നോട്ടം അവനെ വല്ലാതെ വിഷമിപ്പിച്ചു. ശ്രീകാന്ത് വിജയിച്ച പോലെ ചിരിച്ചു നിന്നു. കണ്ടില്ലടാ, നിനക്കുള്ള മറുപടി അവൾ തന്നു, നിനക്ക് തന്നു. ഇനിയെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ശ്രീകാന്ത് ആക്രോശിച്ചു. വിക്രം ഒന്നും മിണ്ടാതെ ആ വീടിൻ്റെ പടിയിറങ്ങി. അവൻ ഉള്ളിൽ സങ്കടത്തേക്കാൾ ഉപരി വല്ലാത്തൊരു ഉറപ്പായിരുന്നു. വേദ തന്നെ വെറുക്കില്ല. അവൾ എന്തോ വലിയൊരു കെണിയിൽ പെട്ടിരിക്കുകയാണ്. ഈ സമയം അകത്തെ മുറിയിൽ വേദ നെഞ്ചുപൊട്ടി കരയുകയായിരുന്നു. വിക്രമിൻ്റെ ആ തളർന്ന മുഖം അവളുടെ കൺമുമ്പിൽ നിന്നും മായുന്നില്ല. പക്ഷേ അവൾക്കിപ്പോൾ തളരാൻ പറ്റില്ല. അവൾ കണ്ണുകൾ തുടച്ചു എഴുന്നേറ്റു. എൻ്റെ വിക്രമൻ ചേട്ടനെ തല്ലിയ കൈകൾ ഞാൻ മറുപടി കൊടുക്കും, അവൾ സ്വയം പറഞ്ഞു. അവൾ ഉടനെ തന്നെ തൻ്റെ ഫോൺ ഒരു രഹസ്യ നമ്പറിലേക്ക് വിളിച്ചു. അത് വിക്രമിൻ്റെ വിശ്വസ്തനായ കൂട്ടുകാരൻ്റെതായിരുന്നു. വിക്രം അറിയാതെ ശ്രീനിവാസിൻ്റെ ബിസിനസ് ഇടപാടുകൾക്കൊക്കെ വിവരമൊക്കെ അറിയാൻ അവൾ നേരത്തെ ഏൽപ്പിച്ചിരുന്നു. എല്ലാം റെഡിയാണ് വേദ. ആ ചന്ദ്രശേഖരൻ വഴി ശ്രീകാന്ത് നടത്തിയ കള്ളടപാടുകളുടെ എല്ലാ രേഖകൾ തന്നെ എൻ്റെ കയ്യിലുണ്ട്. മറുതലയിൽ നിന്നും മറുപടി വന്നു. അടുത്ത ദിവസം കോടതിയിൽ നാടകം തന്നെ സംഭവിക്കാനുണ്ട്. വിക്രം ആകെ തളർന്നു വീട്ടിലിരിക്കുമ്പോഴാണ് TV-യിൽ ആ ഒരു വാർത്ത വരുന്നത്. പ്രമുഖ വ്യവസായി ശ്രീകാന്തിൻ്റെയും പങ്കാളി ചന്ദ്രശേഖരൻ്റെയും വരുമാനത്തിൽ കവിഞ്ഞ സ്വത്തുക്കൾ എല്ലാം തന്നെ പോലീസ് കണ്ടുകെട്ടി. ഇതിനു പിന്നിൽ അഡ്വക്കേറ്റ് വേദ ശങ്കരനാരായണനാണെന്ന് സൂചന. വിക്രം വീട്ടുകാരും ആകെ ഞെട്ടിപ്പോയി. വിക്രം പിന്നെ ഒന്നും ആലോചിച്ചില്ല. നേരെ വേദയുടെ അടുത്തേക്ക് പോയി. ശ്രീകാന്തിൻ്റെ വീടിന് മുന്നിൽ പോലീസ് ജീപ്പുകൾ കിടന്നിരുന്നു. ശ്രീകാന്തിൻ്റെയും ചന്ദ്രശേഖരൻ്റെയും പോലീസ് വിലങ്ങ് വെച്ച് കൊണ്ടുപോകുമ്പോൾ വേദ അവിടെ തന്നെ തലയുയർത്തി നിൽക്കുന്നുണ്ടായിരുന്നു. വിക്രം ഓടിച്ചെന്ന് അവളുടെ മുന്നിൽ നിന്ന് വേദയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഇതിനായിരുന്നു നീ ഇത്രയും കാലം വേദനിപ്പിച്ചത്? വിക്രം സങ്കടപ്പെട്ടുകൊണ്ട് ചോദിച്ചു. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഇല്ലാതാക്കാൻ നോക്കിയവരുടെ മുഖം മൂടി എനിക്ക് അഴിക്കാനായിരുന്നു വിക്രം ചേട്ടാ. ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കേണ്ടി വന്നത്. വിക്രം അവളെ ചേർത്ത് പിടിച്ചു. ആ നിമിഷം അവർക്കിടയിൽ എല്ലാ സങ്കടങ്ങളും ഇല്ലാതായി. വിക്രമും വേദയും സന്തോഷത്തോടുകൂടി വീട്ടിലേക്ക് കടന്നു വരുന്ന കണ്ട് സുധാകരൻ മാഷും കമലയ്ക്കും ഭയങ്കര സന്തോഷമായി. നന്ദിനിയും വിനായകനും അങ്ങോട്ടേക്ക് എത്തി വേദിയെ കെട്ടിക്ക് പിടിച്ചു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ കൂട്ടുകാരെ.